നിറവിലേക്ക് സ്വാഗതം. ലോകത്തിൽ ക്ലേശിതനാകുക എന്ന് വെച്ചാൽ ദൈവവും സ്വന്തം കർത്തവ്യവും രക്ഷയും ഒഴികെ സകലത്തിൽ നിന്നും അകന്നിരിക്കുക എന്നതാണ്. വിശുദ്ധ അക്കായുടെ ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവ് ആരംഭിക്കാം. ഷാനറ്റ് അലീന ആലപിക്കുന്ന ഗാനമാണ് ആദ്യം.
ആരാധിക്കൂ. ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം നേടാൻ നാം എന്തു ചെയ്യണം? ഈ വിഷയം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ബ്രദർ ശശി ഇമ്മാനുവൽ ആണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കാം. സ്നേഹമുള്ളവരെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫാമിലി അപ്പോസ്തലേറ്റിൽ വെച്ച് നടന്ന വിധവകൾക്ക് വേണ്ടിയുള്ള ഒരു ഏകദിന സെമിനാറിൽ സംസാരിക്കാനായിട്ട് എന്നെയും ക്ഷണിച്ചു. പ്രത്യേകമായിട്ട് അവരുടെ കുട്ടികളോട് സംവദിക്കുക എന്നുള്ളതാണ് എനിക്ക് തന്ന ഒരു ഉത്തരവാദിത്തം. അങ്ങനെ അന്ന് ആ ഒരു പ്രോഗ്രാമിന് പോയപ്പോഴാണ് ഇത്രമാത്രം ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ട സ്ത്രീകൾ ഒരു രൂപതയിൽ മാത്രമുണ്ട്, അവർ ഒരുപാട് ആത്മസംഘർഷങ്ങളിലൂടെയാണ് അവരുടെ ജീവിതത്തെ കരുപിടിപ്പിക്കുന്നതെന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടുന്നത് അന്നാണ്. എന്തായാലും ആ ഒരു ദിവസം മധ്യാഹ്നത്തിൽ ഒരമ്മ തൻ്റെ ചെറിയ കുഞ്ഞുമായിട്ട് സംസാരിക്കാനായിട്ട് വരുന്നു. അവർക്ക് എന്നെ എങ്ങനെയോ മുമ്പ് കണ്ടു പരിചയമുണ്ട്. അവർ പറയുന്നു, ഇന്ന സ്ഥലങ്ങളിലൊക്കെ മുമ്പൊക്കെ ഇടയ്ക്ക് ധ്യാനങ്ങൾക്കോ ക്ലാസ്സിനൊക്കെ വരുമ്പോൾ കുടുംബസമേതം ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്, ഞാനും ഭർത്താവും മക്കളും. എന്നിട്ട് ആ അമ്മ കൂട്ടിച്ചേർത്തു, ചേട്ടൻ മരിച്ചുപോയി ഒരു 10-15 മാസങ്ങൾക്ക് മുമ്പ്. ഇത്രയൊരു സമയം അവർ പറഞ്ഞു. ക്യാൻസറായിരുന്നു. അപ്പോൾ ഭർത്താവിനെ നഷ്ടപ്പെട്ട ആ കഥ ആ അമ്മ പങ്കുവച്ചിട്ട് ഇങ്ങനെ കൂട്ടിച്ചേർത്തു, അദ്ദേഹം പോയപ്പോൾ 2 മക്കളെയും ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയും, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചേട്ടന് അനുജനും അനുജന് ചേട്ടനേ ഉള്ളൂ, നിങ്ങൾ നന്നായിട്ട് സ്നേഹിക്കണം. 2 പേരും നല്ല സ്നേഹത്തിലും വിശുദ്ധിയിലും വളരണം. അങ്ങനെ ഭർത്താവില്ലാത്ത ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്ത് ആ സഹോദരി അങ്ങനെ കുടുംബത്തെ പോറ്റാൻ ശ്രമിക്കുന്നു. ആ ദിവസങ്ങളിൽ എപ്പോഴോ കാറ്റഗിസം കുട്ടികളുടെ ഒരു ട്രിപ്പ് ഇടവക ദേവാലയത്തിൽ നിന്ന് പോകുമ്പോൾ അവരുടെ 9ാം ക്ലാസ്സുകാരൻ മകനെയും ആരൊക്കെയോ പ്രത്യേകമായ രീതിയിൽ സ്നേഹപൂർവ്വം നിർബന്ധിച്ച് നീയും വരണം, ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരുന്നാൽ പോരാന്നൊക്കെ പറഞ്ഞ് അവനെയും കൂടെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി. അങ്ങനെ വലിയ സന്തോഷത്തോടുകൂടി ആ വിനോദയാത്ര നടന്നു. സായാഹ്നത്തിൽ അവർ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയോ മറ്റോ എവിടെയോ കുറച്ച് വെള്ളമൊക്കെ കണ്ടപ്പോൾ പിള്ളേർ ആവേശം മൂത്ത് കുളിക്കണം, നീന്തണം എന്നൊക്കെ പറഞ്ഞു. വികാരിയച്ഛനും സമ്മതിച്ചു. അവിടെയുള്ള ആരൊക്കെയോ പറഞ്ഞ സേഫായ സ്ഥലമാണ്, ഇങ്ങനെ ആളുകളൊക്കെ വരുന്നതാണ്. പ്രിയമുള്ളവരെ, അവിടെ ഒരു ചുഴി മണൽ വാരിയിട്ട് രൂപപ്പെട്ടിരുന്നവരറിഞ്ഞില്ല. കുട്ടികൾ ആർത്ത് ഉല്ലസിച്ച് എങ്ങനെയോ കളിക്കുന്നതിനിടയിൽ ഈ സഹോദരിയുടെ മകൻ 9ാം ക്ലാസ്സുകാരൻ ആ ചുഴിയിൽപ്പെട്ടു. അവൻ ആ വെള്ളത്തിൽ കിടന്ന് മുങ്ങിത്താഴ്ന്ന് കണ്ടപ്പോൾ കുട്ടികൾ അലറിക്കരഞ്ഞു. രക്ഷിക്കാനായിട്ട് അവരുടെ വികാരിയച്ഛൻ, അച്ഛൻ തന്നെ എടുത്ത് ചാടി. ചെറുപ്പക്കാരനാണ്. പക്ഷെ അന്ന് ആ ചുഴിയിൽ 2 പേര് മരണമടഞ്ഞു, ഈ കുഞ്ഞും ആ വൈദികനും. സ്വന്തം ഭർത്താവ് മരിച്ച് 1 വർഷം തികയുന്നതിന് മുമ്പ് മൂത്ത മകൻ നഷ്ടപ്പെട്ട ഒരമ്മ. ആ അമ്മയ്ക്കറിയാം ആ മകൻ്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അനേക ബലികളിലൂടെ, അനേക കുമ്പസാരക്കൂടുകളിലൂടെ അനേകർക്ക് രക്ഷ പ്രദാനം ചെയ്യേണ്ട ഒരു പുരോഹിതൻ ഇല്ലാതായി. അല്ലെങ്കിൽ അവനെ രക്ഷിക്കാൻ വേണ്ടി അച്ഛനും ജീവാർപ്പണം ചെയ്തു. 3 മരണങ്ങൾ. ഇത്രയും സങ്കടക്കടലിലൂടെ കടന്നുപോയ ഒരമ്മ അവരുടെ ഇളയ മകനുമായി വന്ന് പറയുന്നു, പ്രാർത്ഥിക്കണം, അവന് ഭയങ്കര പേടിയാണ്, ഇടയ്ക്കിടയ്ക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കണം, തനിച്ച് കിടക്കാനൊക്കെ പേടിയാണ്. മാത്രമല്ല അതിന് കാരണമുണ്ട്. നാട്ടുകാർ ആശംസിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ
ഈ കുഞ്ഞിനൊന്നും വരല്ലേ എന്ന രീതിയിൽ ഒക്കെ പറഞ്ഞു പോകുമ്പോൾ ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ഈ അമ്മ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയത്, ഇത്രയും നഷ്ടങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും കടന്നു പോയിട്ടും പതറാത്ത ആ അമ്മയോട്, അമ്മ എനിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ആവശ്യപ്പെടാനാണ്. എന്തായാലും ഇവർ സംസാരിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. അവരുടെ കൈകളിൽ ഇങ്ങനെ ചേർത്തു പിടിച്ച ഒരു ജപമാലയുണ്ടായിരുന്നു. ഇവിടെയാണ് നമുക്ക് സുപരിചിതമായ ഒരു ആത്മീയ ഗാനം പ്രിയങ്കരനായ ഷാജി തുമ്പേച്ചിറയിൽ അച്ഛൻ എഴുതിയിട്ടുണ്ട്. പൊട്ടിയിട്ടും കൂട്ടിക്കെട്ടിയ പഴയൊരു ജപമാല വീട്ടിലുണ്ടായിരുന്നു. സഹനത്തിൽ ഈശോയെ പിരിയാത്ത ഒരമ്മതൻ ഹൃദയസ്പന്ദനം അതിൽ കേട്ടിരുന്നു. എൻ്റെ പ്രാർത്ഥന താളം അതായിരുന്നു. പൊട്ടിയിട്ടും കൂട്ടിക്കെട്ടിയ പഴയൊരു ജപമാല വീട്ടിലുണ്ടായിരുന്നു. അതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മുടെ വീട് നിറയെ പൊട്ടാത്ത ജപമാലകളുണ്ട്. പക്ഷേ പൊട്ടാത്ത ജപമാലകൾക്ക് പൊട്ടിയിട്ടും കൂട്ടിക്കെട്ടിയ ആ പഴയ ജപമാലയുടെ ശക്തിയില്ലാതെ പോയത് എന്തുകൊണ്ടാവണം? എന്നിട്ട് ആ വരികളിൽ പറയുന്നത് പോലെ, സഹനത്തിൽ ഈശോയെ പിരിയാത്ത ഒരമ്മതൻ ഹൃദയസ്പന്ദനം അതിൽ കേട്ടിരുന്നു. അപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ, സഹനങ്ങളെ ഈ ഒരമ്മ നേരിട്ടത്, അല്ലെങ്കിൽ അതിനെ നേരിടാനുള്ള ബലം കണ്ടെത്തിയത് കാൽവരിയിലെ കുരിശിൽ പിടയുന്ന മകനോട് ചേർന്ന് നിന്ന ഈ അമ്മയോട് കൂടെ നടന്നിട്ടാണ്. ആത്മീയത ദൈവത്തോട് കൂടെ നടക്കലാണെന്ന് ഒരു വിശുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തോടു കൂടെ നടക്കുക. എന്തായാലും ഇന്ന് നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും വലിയ കാര്യങ്ങളൊന്നുമില്ലാതെ ചെറിയ നിസ്സാരതകൾക്കൊക്കെ മുമ്പിൽ മനുഷ്യർ തളർന്നു പോകുന്നതിൻ്റെയും തകർന്നില്ലാതാകുന്നതിൻ്റെയും കാരണം പൊട്ടിയിട്ടും കൂട്ടിക്കെട്ടിയ പഴയ കാലത്തെ ആ ജപമാല, ആ ആത്മീയതയുടെ കരുത്ത് കൂട്ടിനില്ലാത്തതാണ്. ഒരു മനോഹരമായ ആത്മീയ ഗാനം ഇതിനോട് ചേർന്ന് ഓർക്കാം. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയപ്പോൾ, രാപ്പൂക്കൾ മെല്ലെ മയങ്ങിയപ്പോൾ. ആ ഗാനത്തിൽ പറയുകയാണ്, ജപമാല നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു കൊന്ത മുഴുവനും ചൊല്ലി ഞാൻ, നെഞ്ചകം നീറിക്കരഞ്ഞു ഞാൻ. മുട്ടുകുത്തി നിന്ന് ഒരു മുഴുവൻ ജപമാല ചൊല്ലുന്ന ഒരു ചെറുപ്പക്കാരനെയോ ചെറുപ്പക്കാരിയോ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് ഫലിത രൂപേണ പറയുന്ന ഒരു വൈദികനെ ഓർക്കുന്നു. മുട്ടുകുത്തി നിന്ന് ഒരു മുഴുവൻ ജപമാല ചൊല്ലാനുള്ള ക്ഷമയോ ത്യാഗമോ വിശ്വാസമോ ഇല്ലാത്ത നമ്മുടെ യുവത്വം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മുമ്പിൽ മുട്ടുകുത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലാകാം, പഠനത്തിലാകാം, ഔദ്യോഗിക ജീവിതത്തിലാകാം. ഇവിടെയെല്ലാം നമുക്ക് ആ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഈ പ്രാർത്ഥനയുടെ ബലം ഉണ്ടാകാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പം രാത്രി എല്ലാവരും ഉറങ്ങി, രാപ്പൂക്കൾ പോലും മയങ്ങിക്കഴിയുമ്പോൾ ഒരാൾ മാത്രം ജപമാല നെഞ്ചോട് ചേർത്ത് പിടിച്ച് നെഞ്ചകം നീറിക്കരയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ആ വ്യക്തിക്കറിയാം, താൻ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന ആ ജപമാലയ്ക്കും താൻ കണ്ണുനീരോടെ ഉയർത്തുന്ന പ്രാർത്ഥനകൾക്കും ഉത്തരം തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നമുക്കും ഇത്തരത്തിലുള്ള ആത്മീയതയുടെ ബലം നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കാം. തൻ്റെ ജീവിത പങ്കാളിയും മൂത്ത മകനും നഷ്ടപ്പെട്ടപ്പോഴും ആ അമ്മയ്ക്ക് നഷ്ടപ്പെടാത്ത ഒന്നുണ്ടായിരുന്നു, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം. ഈ വിശ്വാസം നമുക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയണം. കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും വേദനകളും സഹനങ്ങളും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൂടെ എത്തുമ്പോഴും കയ്യിൽ മുറുകെ പിടിക്കാൻ ആത്മീയതയുടെ ബലമുള്ളൊരായുധം നമുക്കുണ്ടാവട്ടെ.
ദൈവത്തോടുള്ള ഒരു ആഴമുള്ള വിശ്വാസം, പ്രാർത്ഥനയിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ. പോസിറ്റീവ് വൈബ്സുമായി നിശ്ചയിച്ച് റെഡിയാണ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും കൂടി ഒരു ദൂരയാത്രയ്ക്ക് ശേഷം തങ്ങളുടെ ആശ്രമത്തിലേക്ക് മടങ്ങുകയായിരുന്നു. വൈകുന്നേരമായപ്പോഴേക്ക് അവർ വളരെ ക്ഷീണിതരും വിശക്കുന്നവരുമായിരുന്നു. എവിടെയെങ്കിലും തങ്ങാനൊരിടം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചപ്പോഴാണ് സമീപത്തുള്ള ഒരു കൊച്ചു വീട് അവരുടെ കണ്ണിൽപ്പെട്ടത്. വാതിലിൽ മുട്ടിയപ്പോൾ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച ഒരു മനുഷ്യൻ വന്ന് കതക് തുറന്നു. അയാൾ അവരെ വീട്ടിൽ സ്വീകരിക്കുകയും അന്ന് ഭക്ഷിക്കാൻ ആവശ്യമുള്ളതെല്ലാം നൽകുകയും ചെയ്തു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഗുരു അയാളോട് ചോദിച്ചു, ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ തങ്ങാൻ സാധിക്കുമോ? ഗൃഹനാഥൻ അതിന് അനുവാദം കൊടുത്തു. ഭക്ഷണശേഷം പുറത്തിറങ്ങിയ ഗുരു ചുറ്റുപാടും നിരീക്ഷിച്ചു. തൊട്ടടുത്ത് തന്നെ തരിശായി കിടക്കുന്ന എന്നാൽ ഫലപുഷ്ടിയുള്ള നിലം അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടു. ഗൃഹനാഥനോട് ഗുരു ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ചെലവ് കഴിയുന്നത്? എനിക്ക് ഒരു എരുമയുണ്ട്, നന്നായി പാല് തരുന്ന ഒരു എരുമ. അതിൻ്റെ പാൽ വിറ്റാണ് ഞാൻ ഉപജീവനം കഴിക്കുന്നത്. ഒന്നും പറയാതെ ഗുരുവും ശിഷ്യനും ഉറങ്ങാനായി കിടന്നു. അർദ്ധരാത്രിയോടടുത്തപ്പോൾ ഗുരു ശിഷ്യനെ വിളിച്ചുണർത്തി ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഇപ്പോൾ തന്നെ യാത്ര പുറപ്പെടണം. കൂട്ടത്തിൽ ഇയാളുടെ എരുമയെയും അഴിച്ചു കൊണ്ടുപോകണം. ശിഷ്യന് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എങ്കിലും ഗുരു പറഞ്ഞത് അനുസരിച്ച് അയാളോടൊപ്പം പുറപ്പെട്ടു. കൂട്ടത്തിൽ ഗൃഹനാഥൻ്റെ എരുമയെയും അവർ കൂടെ കൂട്ടി. വർഷങ്ങൾ ഏറെ കഴിഞ്ഞെങ്കിലും ശിഷ്യന്റെ മനസ്സിൽ നിന്ന് ഈ സംഭവം വിട്ടുപോയില്ല. തങ്ങൾക്ക് വിശ്രമിക്കാൻ സ്ഥലവും ഭക്ഷണവും ഒക്കെ തന്ന ഒരു കർഷകന്റെ എരുമയെ മോഷ്ടിച്ചുകൊണ്ടു പോകുന്ന പ്രവൃത്തി അയാളുടെ മനസ്സിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം ശിഷ്യൻ ആ കർഷകനെയും ഗ്രാമത്തെയും വീണ്ടും സന്ദർശിക്കുവാൻ തീരുമാനിച്ചു. ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട ശിഷ്യൻ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ അമ്പരപ്പെടുത്തി. പണ്ട് തരിശായി കിടന്നിരുന്ന ആ ഭൂമി അതിമനോഹരമായ ഒരു ഫലവൃക്ഷത്തോട്ടമായി പരിണമിച്ചിരിക്കുന്നു. പഴത്തോട്ടം നോക്കി അമ്പരന്ന് നിന്ന ശിഷ്യന്റെ അടുത്തേക്ക് പഴയ മനുഷ്യൻ കടന്നു വന്നു. കുശലം പറയവേ ശിഷ്യൻ അയാളോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഗുരുവിനോടൊപ്പം നിങ്ങളെ സന്ദർശിച്ചിട്ടുണ്ട് വളരെ വർഷങ്ങൾക്ക് മുൻപ്. ശിഷ്യനെ തിരിച്ചറിഞ്ഞ അദ്ദേഹം അയാളെ കൂട്ടിക്കൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് പോയി. അന്ന് അയാൾ ആ ശിഷ്യനോട് ഇങ്ങനെ പറഞ്ഞു, അന്ന് രാത്രിയിൽ, നിങ്ങൾ എന്നെ സന്ദർശിച്ച രാത്രിയിൽ എനിക്ക് എൻ്റെ എരുമയെ നഷ്ടപ്പെട്ടു. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്കിലും അതിനുശേഷമാണ് ഈ തരിശായി കിടന്നിരുന്ന ഭൂമിയിലേക്ക് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത്. ഞാൻ വളരെയധികം അധ്വാനിച്ചു. ആദ്യമൊക്കെ കാട്ടിൽ പോയി വിറക് വെട്ടി വിറ്റായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. അതിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ട് ഞാൻ കുറച്ച് വിത്തുകൾ വാങ്ങി ഈ ഭൂമിയിൽ വിതച്ചു. അതിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ട് വീണ്ടും ഞാൻ ഫലവൃക്ഷ തൈകൾ നട്ടു. ഇന്ന് ഞാൻ ഈ നാട്ടിലെ പഴങ്ങൾ വിൽക്കുന്ന വ്യാപാരികളിൽ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയാണ്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, അന്ന് എരുമയെ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഉയരാൻ കഴിഞ്ഞത് എന്ന്. നമ്മുടെ പല അലസതകൾക്കും പിന്നിൽ അഭിവൃദ്ധിക്കായുള്ള അവസരങ്ങൾ കാണാൻ സാധിക്കാതെ പോകുന്നതിന് പിന്നിൽ നമ്മുടെ ജീവിതത്തിലുള്ള ചില ചെറിയ ചെറിയ അനുഗ്രഹങ്ങളായിരിക്കാം. അതിലേക്ക് മാത്രം ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ മുൻപിലുള്ള മറ്റു പലതും, വലിയ ലക്ഷ്യങ്ങൾ പലതും നമ്മൾ കാണാതെ പോകുന്നുണ്ട്. ചിലതൊക്കെ എടുത്തു മാറ്റപ്പെടുമ്പോഴാണ് അതിനും അപ്പുറമുള്ള വലിയ കാഴ്ചകളിലേക്ക് നമ്മുടെ കണ്ണുകൾ പതിയാറ്.
വിശുദ്ധ അക്കായുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ലോകത്തിൽ ക്ലേശിതനാകുക എന്ന് വെച്ചാൽ ദൈവവും സ്വന്തം കർത്തവ്യവും രക്ഷയും ഒഴികെ സകലത്തിൽ നിന്നും അകന്നിരിക്കുക എന്നതാണ്. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. നാളെ ഇതേ സമയം കണ്ടുമുട്ടുന്നവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർമ്മിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.